ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ഗുരുവായൂരപ്പന്റെ കുറച്ച് സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്റ്റോറീസ് കേൾക്കാൻ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ്. കാരണം ഗുരുവായൂരപ്പന്റെ സ്റ്റോറീസ് കേൾക്കുന്നത് തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അന്നത്തെ ദിവസത്തിനും ആ ദിവസത്തിനും ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോ ഗുരുവായൂരില് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലോകത്ത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ജഗന്നാഥ് പുരി. ജഗന്നാഥ് പുരി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. കാരണം ഗുരുവായൂര് ഗുരുവായൂരപ്പൻ തന്നെ തന്റെ ഭക്തർക്ക് നൽകുന്ന ഓരോ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒരുപാടാണ്. ഇന്നും നമ്മൾ ഗുരുവായൂർ അമ്പലത്തില് പൂജ ചെയ്തിട്ടുള്ള പോറ്റിമാര് മേൽശാന്തിമാരോടൊക്കെ ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. അപ്പോ ദൈവമില്ല അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഒരു വിഗ്രഹമാണ്, അതിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് ഗുരുവായൂർ അമ്പലമൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഗുരുവായൂരിലേക്ക് ഒരു ഭക്ത വരാണ്. ആ ഭക്തയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഭക്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്. അപ്പൊ ആ ഭക്തയ്ക്ക് ഒരു ഭർത്താവിന് 2 ആൺമക്കളുണ്ട്. അതിൽ ഏറ്റവും ഇളയ മോന് വയ്യായ്മയൊക്കെ ഉള്ള ഒരാളാണ്. ആ കുട്ടിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഭക്ത കുറച്ച് ദിവസമായിട്ട് ആ ഭക്തയ്ക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയാണ്. അപ്പം ആ ഭക്ത ആശുപത്രിയിൽ പോയി കാണിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, വയറിൽ 3-4 മുഴയുണ്ട്. അപ്പൊ ആ മുഴ എന്ന് പറഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം. പക്ഷെ അത് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി അതിന്റെ വിലയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര വലിയ വിലകളാണ്. അതായത് അവർക്ക് എങ്ങനെയായാലും അവർക്ക് അത് സംഘടിപ്പിക്കാൻ പറ്റില്ല. ആ പൈസ, ആ തുക സംഘടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആ വയറ്റിലെ മുഴ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പൊ അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി അവരുടെ, അത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ ഭർത്താവ് പറയാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ചെയ്യാം, നമുക്ക് കടമൊക്കെ വാങ്ങിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറയാണ്. പക്ഷെ ആ ഭക്ത പറയാണ്, കാരണം കടം വാങ്ങിച്ചാ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം അത്രയ്ക്ക് പൈസ വലിയ തുകയാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഭക്ത പറയാണ്, എനിക്കറിയാം ഇതിന് ഒരു മാർഗ്ഗമുണ്ട്, നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാം. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവൂല, ഭഗവാൻ ഈ ഒരു പൈസയും വാങ്ങിക്കാതെ ഭഗവാൻ തന്നെ എന്റെ അസുഖം മാറ്റി തരും എന്ന് പറയാണ്. അങ്ങനെ ആ ഭക്തയുടെ ആഗ്രഹപ്രകാരം അവര് കുടുംബത്തോട് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഭജന ഇരിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരവര് ഭജന ഇരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അവര് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാണ്. അവർ റൂമൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് രാവിലെ നിർമ്മാല്യമൊക്കെ തൊഴുത് അവരവിടെ ഭജനയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞു പോയി. അടുത്തപ്പോ ഇവര് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ 2 മക്കളും അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഭഗവാന്റെ അവിടെ. അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഈ ഭക്ത എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഭഗവാന്റെ ഓരോ പുസ്തകങ്ങൾ വായിക്കുകയാണ്. അങ്ങനെ ഒരു പുസ്തകത്തില് ഒരു അന്ധനായ വ്യക്തി ഭഗവാനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തില് ആ വ്യക്തി പറയുന്നുണ്ട്, 21 പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിലെ വലം വെച്ച് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് നടക്കും, അല്ലെങ്കിൽ ഭഗവാൻ അപ്പൊ നമുക്കൊരു അത്ഭുതം കാട്ടിത്തരും എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 21 പ്രാവശ്യം വലം വയ്ക്കണം എന്ന് പറയുമ്പോ ആ ഭക്ത പറയും, എന്നാൽ ഞാനും 21 പ്രാവശ്യം വരാം, എന്തായാലും ഇവിടെ ഇരിക്കുകയല്ലേ, ഗുരുവായൂരമ്പലത്തിൽ ഇരിക്കുകയല്ലേ, എന്നാൽ ഞാനും 21 പ്രാവശ്യം ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ ഭക്തി ഇക്കാര്യം തന്നെ ഭർത്താവിനോട് പറയാണ്. അപ്പൊ ഭർത്താവ് പറയാണ്, ശരി 21 പ്രാവശ്യമല്ലേ ഉള്ളൂ, വാ നമുക്ക് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. പക്ഷെ ഇവര് തന്റെ ഇളയ മോനെ കൂട്ടുന്നില്ല. കാരണം ഇളയ മോന് വയ്യായ്മയുണ്ട്. അതുകൊണ്ട് ആ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് ബാക്കി 3 പേരും 21 പ്രാവശ്യം പ്രദക്ഷിണം വെക്കാൻ പോവാണ്. അവരുടെ ആ ഒരു വയസ്സിന്റെ ആ ഒരു അനുസരിച്ച് അവർ 21 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചപ്പോ 3/4 മണിക്കൂറും കഴിഞ്ഞു. കാരണം 21 പ്രാവശ്യം ഭഗവാന്റെ അമ്പലം ചെറുതല്ല, ഭയങ്കര വലുതാണ്. അപ്പൊ അവിടെ ഫുള്ള് കറങ്ങി വരുമ്പോ നന്നായി സമയം എടുക്കും. അങ്ങനെ ഇവരുടെ ഒരു ഇവര് കുറച്ച് വയസ്സായവരായതുകൊണ്ട് 21 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചപ്പോ
3/4 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഇവര് തളർന്നു വന്ന് അവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഭക്ത ആ പുസ്തകത്തിന്റെ സ്വാമിയെ പറ്റി പറയുന്നുണ്ട്. ആ പുസ്തകത്തില് ആ സ്വാമി ഭഗവാന്റെ ഭയങ്കര ഭക്തനെന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം എഴുതിയത് ഒരു അന്ധനായ ഒരു വ്യക്തി ഭഗവാന്റെ അനുഭവങ്ങളെയൊക്കെ കുറിച്ച് കൊണ്ട് എഴുതിയതാണ്. അപ്പൊ ഈ സ്വാമിജി, അപ്പൊ ഈ ഭക്തൻ നോക്കുമ്പോ ഈ സ്വാമിജി തനിക്ക് അറിയാവുന്ന സ്വാമിയാണ്. അതായത് തന്റെ അറിയാവുന്ന means തന്റെ വീട്ടിന്റെ അടുത്തുള്ളതാണ്. പക്ഷെ താങ്കൾ ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഈ ഭക്ത തന്റെ ഭർത്താവിനോട് പറയാണ്, നമുക്ക് വീട്ടിൽ പോകുമ്പോ ഈ സ്വാമിയെ കണ്ടിട്ട് നമുക്ക് വീട്ടിന്റെ അകത്ത് കയറിയാൽ മതി. നമുക്ക് ഇത്രയും നമ്മുടെ വീട്ടിന്റെ അടുത്ത് നമ്മൾ ഇതുവരെ പോയി കണ്ടിട്ടില്ലല്ലോ ഇദ്ദേഹത്തിനെ, വലിയ ഭക്തനെന്നാണ് പറയുന്നത്, നമുക്ക് എന്തായാലും പോയി കാണാന്ന് പറയണം. അപ്പൊ ഇവര് ഭർത്താവ് പറയണ ശരി നമുക്ക് പോയി കാണാന്ന് പറഞ്ഞ് ഇവര് 21 പ്രാവശ്യത്തെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവര് നോക്കുമ്പോ ഇവര് ഈ പറഞ്ഞ സ്വാമി ഭഗവാന്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരാണ്. അപ്പൊ ഇവര് പ്രദക്ഷിണം ചെയ്ത് അദ്ദേഹം ഇങ്ങനെ വരാണ്. അപ്പൊ ഇവര് വിചാരിക്കുക ആ സ്വാമി വരുന്ന, കാരണം അതൊരു അത്ഭുതമായിരുന്നു. കാരണം ഇവര് കാണണം എന്ന് വിചാരിച്ച ആള് തന്നെ അങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇവര് വിചാരിച്ചു പോയി കാണാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഇവര് പോകുമ്പോഴത്തേക്കും, കാരണം ഇവര് ഒന്നാമത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് ഇവിടുന്ന് എണീറ്റ് പോകുമ്പോഴത്തേക്കും തന്നെ ആ സ്വാമി അവിടെ നടന്നു നീങ്ങാണ്. അപ്പൊ ഈ ഭക്തയ്ക്ക് വിഷമയോ, ഇത്രയും ദൂരം കണ്ടിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ലല്ലോ, എന്തായാലും ഇനിയിപ്പം പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇവിടെ ആ ഭക്ത അവിടെ തന്നെ തിരിച്ചു വന്നിരുന്ന് തന്റെ ഭജന തുടരുകയാണ്. അപ്പൊ ആ സമയത്ത് ഇവര് നോക്കുമ്പോ ആ സ്വാമി വീണ്ടും പ്രദക്ഷിണം വെച്ച് തങ്ങളുടെ നേർക്ക് വരാണ്, അവരെ നോക്കി വരാണ്. അപ്പൊ ഇവര് വിചാരിക്കും സ്വാമി അവരെ നോക്കണം, ഇവർക്ക് മുന്നേ പരിചയം ഒന്നുമില്ല. അപ്പൊ ഇവരെ നോക്കി വരുന്നത് കണ്ടിട്ട് ഇവർക്ക് അത്ഭുതം തോന്നും. ഈ സ്വാമി ഓടി വന്ന് ആ ഇളയ മകനില്ലേ വയ്യായ്മയുള്ള അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്, ആ കുട്ടീനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് നിന്റെ വയ്യായ്മയെല്ലാം ഭഗവാൻ മാറ്റി തരും എന്ന് പറയാണ്. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. കാരണം ഇവർക്ക് ഈ സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി ഈ കുട്ടിക്ക് വയ്യായ്മയുണ്ടെന്ന്? അത് മാത്രമല്ല ഇവർ തമ്മിൽ മുൻ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ഭക്തയെ നോക്കി അദ്ദേഹം പറയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ മാറ്റി തരും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പെട്ടെന്ന് അവിടുന്ന് പോയി നീങ്ങാണ്. പിന്നീട് ഇവരെ അദ്ദേഹത്തിന് അവര് കാണുന്നുമില്ല. അപ്പൊ ഈ ഭക്തയ്ക്ക് അത്ഭുതമായി, ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇവര് അവിടെ തന്നെ ഇരുന്ന് അന്നത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് തിരിച്ച് ഇവർക്ക് വീട്ടിൽ പോവാൻ സമയമായതുകൊണ്ട് ഇവര് പോകുന്നുണ്ട്. അപ്പൊ ആ ഭക്ത ഭഗവാന് നല്ലപോലെ മനസ്സിന് വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇവര് വീട്ടിലെത്തി ഇവര് അടുത്ത ആശുപത്രിയിലോട്ട് പോവാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ആ ഡോക്ടർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടാണ്. കാരണം ആ വയറ്റിലുണ്ടായിരുന്ന മുഴയിൽ ഒരെണ്ണം പോലും അവിടെ ബാക്കിയില്ല, അതെല്ലാം അപ്പാടെ പോയി. ആ മുഴ ഫുള്ള് പോയി. ആ ഭക്തിക്ക് ഇപ്പൊ ഒരു അസുഖമില്ല. ഇത് ഈ യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ്. അപ്പം ഇത് കേട്ടപ്പോ ഇവർക്ക് സന്തോഷമായി, ഈ അവർക്ക് അത്ഭുതമായി, ഡോക്ടർക്കും അത്ഭുതമായി. പക്ഷെ ആ ഭക്തയ്ക്ക് അറിയായിരുന്നു ഭഗവാനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഭഗവാൻ എല്ലാം അതേപോലെ സാധിച്ചു തരുന്നു. അങ്ങനെ ആ ഭക്തയുടെ അസുഖം മാറ്റാണ്. നമ്മുടെ ലൈഫിലും ഭഗവാനെ നമ്മൾ വിളിക്കാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഭഗവാൻ എപ്പോഴും റെഡിയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഭഗവാൻ റെഡിയാണ്. ദ്രൗപദി ഭഗവാനെ വിളിച്ചപ്പോ ഭഗവാൻ സഹായിച്ചു. പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനെ വിളിച്ചപ്പോ ഭഗവാൻ സഹായിച്ചു. അതുപോലെ ധ്രുവ മഹാരാജ് ഭഗവാനെ വിളിച്ചപ്പോ സഹായിച്ചു. ഇവരെല്ലാം ഭഗവാനെ വിളിച്ചപ്പോ സഹായിച്ചു. ഭഗവാൻ സഹായിച്ചെങ്കിൽ നമ്മളെയും ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യാതെ ഉള്ളൂ, നമ്മൾ ഭഗവാനെ വിളിക്കുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ. കാരണം നമ്മൾ വിളിക്കുമ്പോ നമുക്കിപ്പോ ഒരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ആരെയാ വിളിക്കുക? നമുക്ക് അടുത്തുള്ള, നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മൾ വിളിക്കുക. ആദ്യം ഭഗവാനെ നമ്മൾ ആദ്യം ഒരിക്കലും വിളിക്കില്ല. കാരണം എന്താ കാരണം? ഇപ്പൊ നമ്മുടെ വീട്ടിനൊരു തീ പിടിച്ചാലും നമ്മൾ ആദ്യം വിളിക്കുക അയൽപ്പക്കത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ വിളിക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഭഗവാനെ കുറിച്ച് വിളിക്കുക. പക്ഷെ അവരെന്ത് ചെയ്യും? അവരുടെ ജീവനെ പേടിച്ചിട്ട് അവര് തീക്കകത്ത് വരും, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുമോ? പക്ഷേ ഇല്ല. പക്ഷെ ഭഗവാനെ വിളിച്ചാ ഭഗവാൻ തീർച്ചയായിട്ടും വരും. നമ്മൾ വിളിക്കാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അജാമിളൻ തന്റെ ജീവിതത്തിൽ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ലാസ്റ്റ് നിമിഷം ഭഗവാൻ അല്ലെങ്കിൽ പോലും ഭഗവാന്റെ നാമം ജപിച്ചപ്പോ അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് പറ്റില്ല? നമ്മളുടെ ഉള്ളിലും ഭഗവാന്റെ ഭക്തി, ഇവർക്കുള്ള ഭക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഭഗവാനുള്ള. പക്ഷെ അത് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ
എന്താ പറയാ, നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഭക്തിയെ നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ച് ജപിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ നടന്നൊരു കഥയാണ്. അപ്പൊ ഇതേ ഈ ഭക്തിക്ക് അത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാലും ഭഗവാൻ വരും. മേൽപ്പത്തൂരിന്റെ വാതരോഗം ഭഗവാൻ മാറ്റി കൊടുത്തത് ഇതേപോലെ ഗുരുവായൂർ അമ്പലത്തിലെ ഭജന ഇരുന്നിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അതിപ്പോ ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിലും അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉള്ളത് ഭഗവാനാണ്. ഭഗവാന്റെ അടുത്ത് പോയിരുന്ന നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം വരും. കാരണം ആരുമില്ല, ഇപ്പൊ നമുക്ക് ആരും സഹായിക്കാനില്ലെങ്കിൽ പോലും ആരുമില്ലാത്തവർക്ക് ആകെ തുണ ആരാണ്? ഭഗവാനാണ്. അത് എപ്പോഴും. കാരണം ഈ നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാം വെറും കുറച്ചു നേരത്തേക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ഈ ഒരു ജീവിതകാലം തീരുമ്പോൾ അവരും നമ്മുടെ കൂടെ തന്നെ തീരാണ്. നമ്മുടെ ശരീരത്തോട് ഒപ്പം അവരെയും നമ്മളിവിടെ ഉപേക്ഷിക്കുകയാണ്. നമുക്ക് പിന്നീട് നമ്മളുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല. പക്ഷെ നമ്മളിനി എത്ര അതായത് എത്ര ജന്മം എടുത്താലും എത്ര ജന്മങ്ങൾ മരിച്ചാലും നമുക്ക് ആകെ ഒരു കണക്ഷൻ ഉള്ള ആരടുത്താണ്? ഭഗവാന്റെ അടുത്ത് മാത്രമാണ്. ഭഗവാൻ മാത്രമേ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കാര്യം ഓർത്തിട്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. ഇനി ഗുരുവായൂർ അമ്പലത്തില് വേറൊരു കഥയും കൂടെ ഉണ്ട്. അതായത് എപ്പോഴും അവിടെ അമ്പലത്തില് നമ്മുടെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ എന്തെങ്കിലും ചെയ്യോ? അല്ലെങ്കിൽ ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചതാണ്, നീ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. കാരണം ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല എന്നെ നീ പ്രാർത്ഥിക്കൂ എന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് എത്ര ജന്മങ്ങൾ വെയിറ്റ് ചെയ്യാനും ഭഗവാൻ റെഡിയാണ്. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ജന്മങ്ങൾ വെയിറ്റ് ചെയ്യാനും ഭഗവാൻ റെഡിയാണ്. പക്ഷെ ഭഗവാൻ എപ്പോഴും ദേഷ്യം വരുന്ന ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ്, ഭഗവാന്റെ ഭക്തരെ നിന്ദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ദേഷ്യം നമുക്ക് തന്നെ സഹിക്കാം. ഭഗവാൻ അപ്പം മാത്രമേ ഭഗവാന് ദേഷ്യം വരൂ. നമ്മൾ ഭഗവാൻ ഇപ്പൊ എത്രത്തോളം കുറ്റം പറഞ്ഞാലും ഭഗവാൻ ഒരു കുഴപ്പമില്ല. എത്രത്തോളം കളിയാക്കിയാലും ഭഗവാൻ ഒരു കുഴപ്പമില്ല. ഭഗവാന് ദേഷ്യം വരുന്നത് ഭഗവാന്റെ ഭക്തരെ കുറ്റം പറയുമ്പോഴാണ്. അതുപോലെ ഗുരുവായൂർ അമ്പലത്തില് ഒരു ജോലിക്കാരനുണ്ട്, ദേവസ്വത്തിന്റെ ഒരു ജോലിക്കാരൻ. അദ്ദേഹം അവിടെ ഗുരുവായൂർ അമ്പലത്തിലാണ് ജോലി ചെയ്യുന്നത്. ഗുരുവായൂരപ്പന്റെ ഭക്ഷണമാണ്, പ്രസാദമാണ് അദ്ദേഹം കഴിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോട് ഒരു ഭക്തിയില്ലായിരുന്നു. അദ്ദേഹം എപ്പോഴും അമ്പലത്തിന്റെ നടയിൽ നിന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കൽ പോലും അകത്ത് കയറി തൊഴാനോ ഭഗവാനെ പ്രാർത്ഥിക്കാനോ നിന്നില്ല. മാത്രമല്ല അവിടെ വരുന്ന ആൾക്കാർ, അതായത് ഭക്തന്മാരെ എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് അവിടെ കുട്ടികൾ പോലും വന്ന് അദ്ദേഹം വഴക്ക് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ച് വിടുമായിരുന്നു. ദിവസവും ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു ജോലി എന്താന്ന് വെച്ചാല്, ഇദ്ദേഹം അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ കുളം ഉണ്ടല്ലോ, ആ കുളത്തില് ഒരുപാട് മീനുകളുണ്ട്. ഭഗവാൻ തന്നെ വളർത്തുന്ന മീനുകൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആ മീനുകളെ അദ്ദേഹം രാത്രി പോയി പിടിച്ച് അദ്ദേഹം കറി വെച്ച് കഴിക്കുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പണിയായിരുന്നു. ഭഗവാന്റെ മീനുകളാണത്. അപ്പൊ അത് എത്രത്തോളം പാപമാണെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ഈ മീൻ പിടിക്കുന്ന സമയത്ത് അവിടെ വന്ന ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി അതുവരെ പോവുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ മേൽശാന്തി മീൻ പിടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മേൽശാന്തി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് തെറ്റല്ലേ ചെയ്യുന്നത്? ഭഗവാന്റെ മീനുകൾ ഭഗവാൻ വളർത്തുന്നവരാണ്, ഭഗവാന്റെ കുളത്തിൽ വളരുന്നവരാണ്, അവരെ അങ്ങനെ പിടിക്കാൻ പാടുണ്ടോ എന്ന് മേൽശാന്തി ഇദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോ മേൽശാന്തിയോട് ഇദ്ദേഹം ആദ്യം ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയാണെന്ന് അറിഞ്ഞിട്ട് പോലും മേൽശാന്തിയോട് ഭയങ്കര മോശമായിട്ട് ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ അദ്ദേഹം പിന്നെയും മേൽശാന്തി, ഭഗവാന്റെ ഭക്തർക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഉള്ള സഹനശേഷി. അവരിനി എത്രത്തോളം ആൾക്കാർ ഭഗവാന്റെ കാര്യത്തിൽ കുറ്റം പറഞ്ഞാലും പിന്നെയും അവരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനാണ് അവർ നോക്കുക. അതുപോലെ ഈ മേൽശാന്തി ഇദ്ദേഹത്തെ മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും മേൽശാന്തി അദ്ദേഹത്തോട് പറഞ്ഞു അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അവസാനം ഈ ജീവനക്കാരൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഉപ്പൂച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഈ മീൻ പിടിച്ച് കഴിക്കുന്ന ആളുടെ പേര്. അപ്പൊ ഈ ഉപ്പൂച്ചൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ മേൽശാന്തിയോട് പറഞ്ഞു, അങ്ങ് ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഈ മീൻ എടുത്ത് അങ്ങയുടെ പൂനൂലില് കോർത്തിടും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ മേൽശാന്തിക്ക് അത്രയും വിഷമായി. കാരണം പൂനൂലെന്ന് പറയുന്നത് അത്രയും പവിത്രതയുള്ള ഒരു സംഭവമാണ്.
ആ സാധനത്തിൽ മീൻ കോർത്തിടും എന്ന് പറയുന്നത് അത്രത്തോളം വിഷമകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മേൽശാന്തി കുറച്ച് വയസ്സായ ഒരാളാണ്. എന്നാൽ ഈ ഉപ്പൂറ്റിനാണെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യും എന്ന് വിചാരിച്ച് ഇദ്ദേഹം പോവാണ്. ആര് മേൽശാന്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മേൽശാന്തി പോവാണ്. അപ്പൊ ഈ ഉപ്പൂറ്റൻ അന്ന് തന്നെ എന്ത് ചെയ്യാൻ തന്നെ ഭഗവാനെ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഭഗവാന്റെ ഭക്തരെ പറയുന്നത് ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് ഈ ഉപ്പൂറ്റൻ അന്ന് പിടിക്കുന്ന മീനിന് ഇദ്ദേഹം 3-4 മീൻ പിടിക്കും. അപ്പൊ ഒരെണ്ണത്തിന് ഒരു കയ്യില് അടുത്ത കയ്യിൽ ഒരെണ്ണത്തിന് കടിച്ചു പിടിക്കും. ഈ കടിച്ചു പിടിച്ച മീനിന് ഒരുപാട് മുള്ളുകളുണ്ടായിരുന്നു. ഈ മീൻ എന്ത് ചെയ്തു, ഈ ചാടി ഇദ്ദേഹത്തിന്റെ വായിക്കകത്ത് പോകുമ്പോ ഈ നമ്മുടെ തൊണ്ട ആ നമ്മുടെ ഭക്ഷണം പോകുന്ന ആ ഒരു ഇത് ചെറുതാണ്, അതിന്റെ ഉള്ളിലേക്ക് ഇത് ഭയങ്കര ആഴത്തിൽ ഇറങ്ങുമ്പോൾ ആ മുള്ളുകളെല്ലാം അതിൽ കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ രക്തം ഛർദ്ദിച്ച് അവിടെ തന്നെ മരിക്കുകയാണ്. അപ്പോ ഇതും ഗുരുവായൂർ അമ്പലത്തിൽ യഥാർത്ഥത്തിൽ ആ അമ്പലക്കുളത്തിന്റെ അവിടെ തന്നെ ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഭഗവാൻ ഒരിക്കലും ഭക്തന്മാരെ ഒരിക്കലും ശിക്ഷിക്കില്ല. നമ്മൾ ഇനി എത്ര തെറ്റ് ചെയ്താലും ശിശുപാലന് 101 തെറ്റ് ചെയ്തപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത്, ശിക്ഷ കൊടുത്തത്. അതുവരെ ഭഗവാൻ അദ്ദേഹത്തിനെ ശിക്ഷിച്ചില്ല. നമ്മൾ ഇനി എത്ര തെറ്റ് ചെയ്താലും ഭഗവാൻ ശിക്ഷിക്കില്ല. പക്ഷെ ഭഗവാന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തനെ അല്ലെങ്കിൽ ഭക്തരെ നമ്മൾ നിന്ദിക്കുമ്പോഴാണ്. അത് നമ്മളിപ്പോ വലിയ വലിയ ഭക്തര് വരുമ്പോഴും നമ്മൾ അവരെ നിന്ദിക്കാൻ പോയി കഴിഞ്ഞാല് അത് നമുക്ക് അത് ഏറ്റവും വലിയ നമ്മൾ ചെയ്യുന്ന വൈഷ്ണവ അപരാധമാണ്. അത് ഏറ്റവും വലിയ അപരാധം തന്നെയായിരിക്കും ഭക്തന്മാരെ നിന്ദിക്കുക. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഇപ്പൊ ഈ വലിയ മുതിർന്ന ഭക്തന്മാര് തെറ്റ് ചെയ്താൽ കൂടി അവരും നമ്മളെ എന്ത് ചെയ്താണ്, നമ്മളടുത്ത് ഓരോന്നും പറഞ്ഞ് നമ്മളെ ചെയ്താൽ പോലും നമ്മൾ അവരിട്ട് ഒരിക്കലും നിന്ദ കാണിക്കരുത്. കാരണം നമ്മൾ കാണിച്ചു കഴിഞ്ഞാല് അത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോ ഭഗവാന്റെ കാരണം അവിടെ നമ്മൾ അവർ തെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും അവരോട് എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. കാരണം അത് നമുക്കായിരിക്കും അപരാധം ഉണ്ടാവുക. അവർക്കുള്ളത് അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ളത് ആര് കൊടുത്തോളും, ഭഗവാൻ കൊടുത്തോളും. നമ്മളായിട്ട് ഇനി അങ്ങോട്ട് പോയി ഒന്നും വാങ്ങിക്കാതിരുന്നാൽ മതി. ഹരേ കൃഷ്ണ.